നമ്മളെല്ലാവരും എല്ലാ നിസ്കാരങ്ങളിലും അല്ലാഹുവോട് നടത്തുന്ന വലിയൊരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തിത്തരണം. നേർവഴിയിലേക്ക് ഞങ്ങളെ നീ ചേർത്തിത്തരണം. നേരായ വഴിയിൽ ഞങ്ങളെ നീ നടത്തിത്തരണം എന്ന ഉജ്ജ്വലമായ പ്രാർത്ഥന. അത് വിശ്വാസരംഗത്ത് മാത്രം അല്ല, കർമ്മരംഗത്തും മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കണം. നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് ഒന്നും പേടിക്കാനില്ല. ദുനിയാവിലും പേടിക്കാനില്ല, ആഖിറത്തിലും പേടിക്കാനില്ല, എവിടെയും പേടിക്കാനില്ല. മുസ്തഖീമായ വഴിയിലൂടെ നടക്കുന്ന ആൾക്ക് അള്ളാഹുവിനെ, അവന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കാനില്ല. നേരായ വഴിയിലൂടെ നടക്കുന്ന ആൾക്ക് വേറെ ഒരു മഖ്ലൂക്കിനെയും, ഒരു സൃഷ്ടിയെയും അവർക്ക് പേടിക്കാനില്ല. നമ്മളെല്ലാവരും മുന്നിലേക്ക് ചാടിയാൽ പേടിച്ചു പോകുന്ന സിംഹം അവരെ അനുസരിക്കും. കണ്ടാൽ പലപ്പോഴും നമ്മൾ പേടിച്ച് ഓടിപ്പോകുന്ന വിഷമുള്ള പാമ്പ് അവര് പറയുന്നത് കേൾക്കും. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുസ്തഖീമായ വഴിയിലൂടെ നടന്ന ആൾക്ക് ഒന്നും പേടിക്കാനില്ല, ഒരു വിഷയത്തിലും ഖേദിക്കാനുമില്ല. ആ റുത്ബയിലേക്ക്, ആ പദവിയിലേക്ക് അല്ലാഹു ജീവിതത്തിന്റെ അന്ത്യത്തിലെങ്കിലും നമ്മെ എല്ലാവരെയും എത്തിച്ചേർത്ത് തരുമാറാകട്ടെ. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം കാണേണ്ടതാണ്. ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എത്തിക്കേണ്ടത് കഠിനാധ്വാനം ചെയ്ത് അങ്ങോട്ടാണ്. ഒന്നും പേടിക്കാനില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാനൊരു ഉദാഹരണം പറയാം. വിഷയം പ്രവിശാലമായതുകൊണ്ട് മറ്റു പല ഭാഗങ്ങളിലേക്കും പോകാൻ പേടിയാണ്, സമയം പരിമിതമായതുകൊണ്ട്. മുസ്തഖീമായ റൂട്ടിലൂടെ, ശരിയായ റൂട്ടിലൂടെ നടക്കുന്ന ആൾക്ക് 10 ലക്ഷണങ്ങളുണ്ട്. അത് ഇന്നും നാളെയും മറ്റൊന്നാളായിട്ട് പറഞ്ഞ് പൂരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഈ 3 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും ജീവിതത്തിൽ വേണ്ടതാണ്. റമദാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും. റമദാനിൽ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എല്ലാവരും, പുരുഷന്മാരും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം, കുട്ടികളും ശ്രദ്ധിക്കണം. എല്ലാവർക്കും വേണ്ട 10 എണ്ണമാണ്. അതുകൊണ്ടത് ശരിക്ക് കേട്ട് പകർത്തി നടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നിങ്ങൾ നോക്ക്, മുസ്തഖീമായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കൊന്നും പേടിക്കാനില്ല. ഒരു ഉദാഹരണം പറയാം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആമുഖങ്ങൾ ആവശ്യമില്ലല്ലോ. ആ മഹാനുഭാവൻ അന്വേഷിച്ച് റോം ചക്രവർത്തിയുടെ ദൂതൻ മദീനയിൽ വരികയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് ചോദിച്ചു, ഐന ഖസ്റുൽ ഖലീഫ, ഖലീഫയുടെ കൊട്ടാരം എവിടെ? ജനങ്ങൾ പറഞ്ഞു, ഖലീഫക്ക് അങ്ങനെ കൊട്ടാരമൊന്നുമില്ല. അവര് വീട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഒരു ചെറിയ വീട്, അതിൽ കുടുംബസമേതം താമസിക്കുന്ന വീടാണ്. അന്നത്തെ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള വീട്. അവിടെ ചെന്ന് നോക്കി, അവിടെ ഉമർ റളിയല്ലാഹുവിനെ കണ്ടില്ല. കണ്ടാൽ അറിയുന്ന ആളാണ്. പലയിടത്തും കറങ്ങി നോക്കി. അങ്ങനെ ഇനി എവിടുന്നെങ്കിലും കാണുമായിരിക്കുമെന്ന് കരുതി അങ്ങനെ നടക്കുമ്പോൾ മദീനയിലെ മരുപ്പറമ്പിൽ ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത്, നല്ല തണലുള്ള മരത്തിന്റെ ചുവട്ടിൽ ആ വലിയ ഖലീഫയായ മഹാമനീഷി കിടന്നുറങ്ങുകയാണ്. വിരിപ്പും പുതപ്പും തലയിണയും എല്ലാം മരുഭൂമി തന്നെയാണ്. ചളിയാകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ, എണീറ്റൊന്നും തട്ടിയാൽ അത് പോയി. മരുഭൂമിയിൽ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ റോം ചക്രവർത്തിയുടെ ദൂതൻ ചിന്തിക്കുന്നു, എത്രമാത്രം വലിയ ധൈര്യം! അംഗരക്ഷകർ ഒരാളും ഇല്ല, കാവൽക്കാരാരുമില്ല. എന്തെങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടി ഒരു വടിയോ, അല്ലെങ്കിൽ ഒരു ഖലീഫയാകുമ്പോൾ എന്തെങ്കിലും ഒരു വാളോ ഒരു തോക്കോ ഒന്നുമില്ല. വളരെ ശാന്തമായിട്ട് ഉറങ്ങുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, അത്ഭുതം,
യഖാഫുഹു മുലൂകു ബനിൽ അസ്ഫർ. റോം ചക്രവർത്തിമാർക്ക് വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമാണ് ബനുൽ അസ്ഫർ. റോം ചക്രവർത്തിമാര് മുഴുവനും എത്ര സ്വാധീനമുണ്ട്, അവരൊക്കെ പേടിക്കുന്നു ഈ മനുഷ്യനെ. പക്ഷെ കാവൽക്കാരുമില്ലല്ലോ, ഒരാളുമില്ലല്ലോ അങ്ങേരെ പരിസരത്താരും. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഇപ്പോഴെങ്ങാനും ആരും നോക്കാനില്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് എല്ലാ രാജാക്കന്മാരും പേടിക്കുന്ന ഈ ഒരു മഹാമനീഷ്, രാജാക്കന്മാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പേടിക്കുന്നത് ആയുധത്തിന്റെ പിൻബലം കൊണ്ടല്ല, സൈന്യത്തിന്റെ ആധിക്യം കൊണ്ടുമല്ല, നീതിയുടെ നിഷ്ഠ കൊണ്ട് മാത്രമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പേടി. നീതിക്കെതിരായി എന്തെങ്കിലും ഒരു സംസാരം, അത് കിസ്രയിൽ നിന്നാകട്ടെ, കൈസറിൽ നിന്നാകട്ടെ, നേഗസിയിൽ നിന്നാകട്ടെ, ഹെറോക്ലിയസിൽ നിന്നാകട്ടെ, ആരിൽ നിന്നാണെങ്കിലും ചോദിക്കാൻ സധൈര്യം മുന്നോട്ട് ചെല്ലും. ഒരു പേടിയും ആ വിഷയത്തിലില്ല. ആരോടും എഴുതി ചോദിക്കും, മറുപടി നേർക്ക് നേരെയല്ലെങ്കിൽ അതിനൊരു പ്രതിരോധം തീർക്കും. അതും സത്യത്തിൽ ആൾബലമോ കരുത്തിന്റെ പേരിലോ വംശനാശം ചെയ്യലല്ല, സത്യം സത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജാക്കന്മാർക്കും പേടിയാണ്, ഗവർണർമാർക്ക് മുഴുവനും ചിട്ടയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കീഴിൽ ഭരിക്കുന്ന ഗവർണർമാർ മുഴുവനും കണ്ടാൽ ഫക്കീറുമാരാണ്. ഒറ്റയടിക്ക് നമ്മൾ അവരെ വായിക്കും, അവർ പരമസാധുക്കളാണ്. എന്തേ അങ്ങനെ വരാനുള്ള കാരണം, ഖലീഫയുടെ നീതിയിൽ നിന്ന് പഠിച്ച് നാട്ടുകാർക്ക് വേണ്ടി അത്രയും സേവനം ചെയ്തു പോയി, സ്വന്തം കാര്യം മറന്നുപോയി. അപ്പോൾ അവർ ദാരിദ്ര്യത്തെ ഇഷ്ടപ്പെട്ടു, അവരെ മനസ്സിൽ അതുകൊണ്ടൊരു വിഷമവും വന്നില്ല. മാത്രമല്ല, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനും നീതിയോടെ വർത്തിച്ചതുകൊണ്ട് സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്തൊരു സന്ദർഭം വന്നു ഹിജാസ് പ്രവിശ്യകളിൽ. നിങ്ങൾ നോക്ക്, എത്രമാത്രം വലിയ നീതിയാണ്. നമ്മളെ നാട്ടിൽ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ മുഴുവനും സക്കാത്ത് കൊടുത്തിരിക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഒരു വിഷമങ്ങളൊക്കെ അകറ്റാൻ കഴിയും. അന്ന് സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പല പ്രവിശ്യകളിൽ നിന്നും പൊതു ഖജനാവിലേക്ക് മദീനയുടെ കേന്ദ്രമാക്കിയിട്ട് സ്വത്ത് ഇങ്ങോട്ട് തിരിച്ചയച്ചപ്പോൾ ഖലീഫ കത്തെഴുതി ചോദിച്ചു, അവിടുത്തെ സ്വത്ത് എന്തിനാണ് ഇങ്ങോട്ട് അയക്കുന്നത്? അവിടെ തന്നെ അത് സ്വീകരിക്കാൻ ദരിദ്രന്മാരും അഗതികളും കടക്കാരും അങ്ങനെ ദുർബലരായ 8-7 വിഭാഗങ്ങളിൽ ആരും ഇല്ലേ അവിടെ? എന്തിനാണ് ഇങ്ങോട്ട് കൊടുത്തയച്ചത്? അപ്പോൾ അവർ മറുപടി എഴുതുന്നത്, ഇവിടെ സക്കാത്തിന് അർഹതപ്പെട്ട ആരെയും കാണാനില്ല. എത്രമാത്രം വലിയ നീതിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് സാധിച്ചെടുത്തത്. ഏറ്റവും വലുത് നീതിയാണ്. ആ മഹാനുഭാവനെ എല്ലാ രാജാക്കന്മാരും പേടിക്കുന്നുണ്ടല്ലോ. ഈ തലയങ്ങെടുത്താൽ എനിക്ക് വലിയ സ്ഥാനം റോം രാജാവിന്റെ അടുക്കൽ കിട്ടുമെന്ന് ദൂതൻ ചിന്തിച്ചു. പറഞ്ഞിട്ടില്ല, മനസ്സിൽ വന്നിട്ടേ ഉള്ളൂ. ആ ചിന്ത മനസ്സിൽ വന്നപ്പോഴേക്ക് മരുഭൂമിയുടെ അന്തർഭാഗത്തു നിന്ന് പൂച്ചയെക്കാളും വലുപ്പമുള്ള, നായയുടെ വലുപ്പത്തോട് അത്ര എത്താത്ത ജീവികൾ കുരച്ചു ചാടി അദ്ദേഹത്തിന്റെ നേർക്ക്. ആകെ പേടിച്ചുപോയി. അള്ളാഹു നൽകുന്ന അംഗരക്ഷകർ നോക്കൂ സഹോദരങ്ങളെ. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുസ്തഖീമായ മാർഗത്തിലാണോ? ഒന്നും പേടിക്കാനില്ല. ഭൂമിയുടെ ഉൾഭാഗത്തിൽ നിന്ന് വന്ന് കുറച്ചു ചാടിയ ജീവികളെ കണ്ടപ്പോ ഈ മനുഷ്യൻ ചൊല്ലിപ്പോയി, അഷ്ഹദു അല്ലാ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മഹത്വം വിശദീകരിച്ച് എടുത്ത് ഈ കറാമത്ത് എടുത്തു പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് കേട്ട് ഉണർന്നുപോയി. നോക്കുമ്പോഴതാ അന്ന് വരെ മദീനയിൽ കാണാത്ത ജീവികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മൊത്തം ജീവികളെ കണക്ക് അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയില്ലല്ലോ.
ഭൂമിക്കടിയിൽ എത്ര ജീവജാലങ്ങളുണ്ട്? ഏതെങ്കിലും ഒരാള് കണക്കെടുത്തി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഭൂമിയുടെ ഉപരിഭാഗത്ത് ഇത്ര കണക്കിനാണ് പ്രാണികൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ? കാട്ടിൽ ഇത്തരത്തിലെ ജീവികളുള്ളൂ, ഇതിലപ്പുറം ഇനി മറ്റു ജീവികളുടെ വംശങ്ങളൊന്നുമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. അല്ലാഹു തആലാക്ക് മാത്രമുള്ള വലിയ അറിവല്ലേ. അവൻ പടച്ചവരെ മുഴുവനും അവൻ അറിയും. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ അറിയണേ, യഅലമു അല്ലാഹു അറിയും, മൻ ഖലഖ അവൻ സൃഷ്ടിച്ചവരെ മുഴുവനും കൃത്യമായി അല്ലാഹുവിനറിയും. അങ്ങനെ അറിയാനുള്ള കഴിവോ ഉണ്ടോ? ഉണ്ട്. വഹുവൽ ലത്തീഫ്, അല്ലാഹു ലത്തീഫാണ്. സൂക്ഷ്മമായി നഗ്നനേത്രം കൊണ്ട് കാണാത്തത്, ഉപകരണം വെച്ച് നോക്കിയാലും കാണാത്തത് അറിയുന്നവനാണ്. വഹുവൽ ലത്തീഫ്. എത്ര ഉപകരണം വെച്ചാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങളില്ലേ സഹോദരങ്ങളെ? എത്ര നോക്കിയാലും കാണാത്ത തരത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നില്ലേ? എത്ര നോക്കിയാലും എത്ര സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയാലും കണ്ടെത്താത്ത എത്ര വസ്തുതകളുണ്ട്. അതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ. ആന്തരിക രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ്. അപ്പൊ റബ്ബ് തആല വെച്ച ഒരു ശക്തി നോക്ക് നിങ്ങൾ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര വലിയ മഹത്തരമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തേ ഈ ജീവികളൊക്കെ വരാനുള്ള കാരണം? അഫ്വൻ യാ അമീറൽ മുഅ്മിനീൻ, എന്നോട് പൊറുക്കണം, ഞാൻ നിങ്ങളുടെ തലയെടുത്താലോ എന്നൊന്ന് ആലോചിച്ചുപോയി. എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് അല്ലാഹു തആല നൽകുന്ന വലിയ പരിരക്ഷ അത് മുസ്തഖീമായ മാർഗത്തിലൂടെ നടന്നതുകൊണ്ടാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ, അല്ലാഹുവാണ് റബ്ബെന്ന് അചഞ്ചലമായി വിശ്വസിക്കുകയും അതോടനുബന്ധിച്ച് വിശ്വസിക്കാൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കുകയും സുമ്മസ്തഖാമൂ, പിന്നെ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തവർ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊന്നും പേടിക്കാനില്ല. ഒരു ഘട്ടത്തിലും പേടിക്കാനില്ല. മൗത്തിന്റെ ഘട്ടത്തിലും പേടിക്കാനില്ല, ഖബറിലും പേടിക്കാനില്ല, പുനരുദ്ധാരണ ദിവസവും പേടിക്കാനില്ല, മഹ്ശറിലോ തീരെ പേടിക്കാനില്ല. ആ മുസ്തഖീമായ മാർഗത്തിൽ ഉറച്ചു കിട്ടാനാണ് 17 പ്രാവശ്യം നിർബന്ധമായും ബാക്കി ഐച്ഛികമായും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അതിന് 10 അടയാളങ്ങളുണ്ട്. അത് ഞാൻ എഴുതി കൂട്ടിയ അടയാളങ്ങളല്ല. വലിയ പണ്ഡിതനാണല്ലോ അബുൽ ലൈഥ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവർകൾ പറയുന്നു, ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നടക്കുന്നവർക്ക്, മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് 10 അടയാളങ്ങളുണ്ട്. 10 ശ്രദ്ധാപൂർവം കേൾക്കാനും കൊണ്ടു നടക്കാനും അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ 10 സൂക്ഷിക്കുന്ന ആൾക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല, അതിലടങ്ങിയിട്ടുണ്ടൊക്കെ. ആ 10 ഒന്നാമതായി എണ്ണുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. പക്ഷെ ഇന്ന് മനുഷ്യ സമൂഹം മുഴുവനും വളരെ ലാഘവത്തോടെ കാണുന്നൊരു കാര്യം. ആൾക്കാരെ കണ്ണിൽ അത് ചെറുതാണ്, അതൊരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. അത്രയും ശതമാനം കണക്കിനത് അധികരിച്ചിട്ടുണ്ട്. നിയന്ത്രിക്കുന്നവർ വളരെ കുറവ്. വളരെ കുറച്ചാളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. ശ്രദ്ധിച്ചാൽ വളരെ കൂടുതൽ നമുക്കും കഴിയും. ഈ വരുന്ന ഒരു മാസം നല്ലോണം നിയന്ത്രിച്ചാൽ ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ കഴിയും. വളരെ ഗൗരവമേറിയ ഒരു വിഷയം. അതാണ് മഹാനവർകൾ പറയുന്നത്. ഒന്നാമത്തത് ഹിഫ്ളുൽ ലിസാനി അനിൽ ഗീബ, നാവിനെ സൂക്ഷിക്കുക ഗീബത്തിൽ നിന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ. ഗീബത്ത് പറയുന്ന ആൾക്ക് 10 ശിക്ഷകളുണ്ടെന്ന് മഹാന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഞാനത് സമയമുണ്ടെങ്കിൽ വായിക്കാം. വളരെ ഗൗരവതരമായ ഒന്നാണ് ഗീബത്ത്. വിശുദ്ധ ഇസ്ലാമിന്റെ ഹുക്മ പ്രകാരം ഗീബത്ത് പറയൽ അനുവദിക്കപ്പെടുന്ന മേഖലകളുണ്ട്.
അത് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു സമാധാനം. പക്ഷെ അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നിയ്യത്ത് നന്നാക്കിയിട്ടേ അത് പറയാവൂ, അല്ലെങ്കിൽ അതിനും ഹറാമിന്റെ കുറ്റുണ്ടാവും. ഉദാഹരണമായിട്ട് ഞാൻ എന്റെ മകനെ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ മോനോടൊന്ന് പറയണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്ന് പിറകിലാണ്, നല്ലോണം വായിക്കും ഓതും ഒക്കെ നല്ല ഹിഫ്ളൊക്കെ ഉണ്ട്, പക്ഷേ ബാപ്പയും അമ്മയും പറയുന്നത് അങ്ങനെ അങ്ങോട്ട് അനുസരിക്കാൻ ഒരു പ്രയാസം പോലെ തോന്നുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ അത് ക്ലിയർ ആകും. ഇത് സത്യത്തിൽ ഗീബത്താണ്. പക്ഷേ അത് പറയൽ ഹലാലാണ്. നിയ്യത്ത് നന്നാക്കിയിട്ടില്ലെങ്കിൽ ആ പറയുന്നത് കൊണ്ട് മകനൊരു പുരോഗതി, ദീനിയായ നന്മ കിട്ടണം എന്നല്ല ഉദ്ദേശം. അവൻ കൂട്ടുകാർക്കിടയിൽ ഒന്ന് വഷളാകണം, ഉസ്താദിന്റെ ഇടയിലൊന്ന് ചെറുതാകണം, ഇങ്ങനെ വേറെന്തെങ്കിലും ലക്ഷ്യമാണോ നാ പറയുന്നത്, മറ്റുള്ള പറച്ചിൽ പോലെ തന്നെ കുറ്റമാണ്. അങ്ങനെ പലരെയും പറ്റി ആ ഒരു വിഷയം വരും. അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളോട് അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ പറയുന്നിടത്തും മസ്ലഹത്ത് കരുതിയിട്ട് മാത്രം പറയണം. ഒരു പുതിയാപ്പിളയെ പറ്റി നമ്മളോട് അന്വേഷിക്കുക, മസ്ലഹത്ത് ഉദ്ദേശിച്ച് മാത്രം പറയണം, നന്മ മാത്രം പറയണം, അല്ലെങ്കിൽ അത് കടുത്ത തെറ്റായി. അയാളുടെ പഴയകാല ജീവിതം, ഒരു കൗമാരപ്രായത്തിലുള്ള ജീവിതം, ഒരു വക്രതയും ഒരു കുസൃതിയും സ്വാഭാവികമായിട്ട് പലർക്കും വരാലോ. എല്ലാവരും മാസൂമിങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ അയാള് എക്സ്ട്രാ ഡീസന്റ് ആണ്. ഏകദേശം ഒരു 17 വയസ്സ് മുതലൊന്നും അയാൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളൊന്നും അല്ല. അതിനു മുമ്പ് കുറെ വിക്രസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറയാണ്, ആദ്യ അയാളെ ജീവിതം പറ്റ മോശം, ഇപ്പൊ നല്ലതാണ്. അത് ഗീബത്താണ്. ആദ്യത്തെ ജീവിതം അന്വേഷിച്ചിട്ടില്ല, ഇപ്പോഴുള്ളത് പറഞ്ഞാലും. അയാളെ നമ്മുടെ കുട്ടികളെ കൊണ്ട്, നമ്മുടെ പെങ്ങളെ മോളെ കൊണ്ട് വിവാഹം അന്വേഷിക്കുന്നുണ്ട്. ആള് ഉഷാറ, കുഴപ്പമൊന്നുമില്ല, പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ നിസ്കാരത്തിലും കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ ഉണ്ട്. അങ്ങനെയുള്ള ഒരു മോശത്തരപ്പെട്ട അവസ്ഥ ഒന്നും നമുക്കറിയില്ല. ആള് ഉഷാറാണ്, നല്ലോണം ഖുർആൻ ഓതാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും തൊഴിലെടുക്കാനും ജോലിയെടുക്കാനും കുടുംബം പാറ്റാനും ഒക്കെ കഴിയും. അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ മതി. ഗതകാല ജീവിതം അവിടെ ഇടയ്ക്കൂടെ സൂചിപ്പിച്ചതാ പ്രശ്നമായത്. അത് ആവശ്യമില്ലായിരുന്നു. മുമ്പ് അയാൾ മോശമായിരുന്നു, ഇത് പറയണ്ട, ചോദിച്ചിട്ടില്ലല്ലോ. അത് അന്വേഷിച്ച് നോക്കുമ്പോ എല്ലാരും അങ്ങനെ ഉണ്ടാകൂലേ? പലപ്പോഴും പറയുന്ന ആളൊരു പക്ഷെ അങ്ങനെ ആവും. അത് പറയേണ്ട ആവശ്യമില്ല. അവിടെ ആ നിയ്യത്ത് നന്നാക്കി അറിയേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി. എന്നാ ഒരു പ്രശ്നം ഉണ്ടാകൂല. വീക്ക്നെസ്സുകൾ അങ്ങനെ പൊറുക്കപ്പെട്ട രീതിയിൽ, മാറ്റിയ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് പറയേണ്ടതില്ലല്ലോ. പിന്നെയും നമ്മളൊന്ന് ശൈത്താൻ ഏണി വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങ് വിട്ടേക്കാം. അലല്ലാഹ്, അയാൾ നന്നാകട്ടെ എന്ന് കരുതിയാൽ മതിയല്ലോ. ഓരോരുത്തരും നന്നാകല്ലേ വേണ്ടത്, മോശമാകല്ലല്ലോ. അപ്പൊ ഈ നമ്മൾ പറച്ചില് തന്നെ പറയുമ്പോൾ തന്നെ മസ്ലഹത്ത് ഉദ്ദേശിച്ച് പറയണം. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. നിരപരാധിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അക്രമി സംഘം പിടികൂടാൻ വന്നിട്ടുണ്ട്. ആ മനുഷ്യനെ പറ്റി അന്വേഷിക്കുമ്പോൾ തീർത്തും അയാള് നിരപരാധിയാണ്. നിന്നോട് ചോദിക്കുമ്പോ നീ ഹക്കായ വർത്തമാനമാണ് പറയേണ്ടത്. പക്ഷേ ഹക്കായ വർത്തമാനം പറഞ്ഞാൽ നിന്നെ പിടികൂടി കൊണ്ടുപോകും അവര്. എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സത്യത്തിൽ അയാളിൽ ഇല്ലാത്ത ഒരു വിഷയമാണ് നീ പറയുന്നതെങ്കിലും മസ്ലഹത്ത് ഉദ്ദേശിച്ച് വേണമെങ്കിൽ അത് പറയാം. സഹോദരങ്ങളെ, ഗീബത്ത് എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ, ഗീബത്ത് പറയൽ നമ്മുടെ മതത്തിൽ ഒരൊറ്റ ആളെയും പറ്റൂല. ഫത്ഹുൽ മുഈനിൽ കണ്ടില്ലേ, അമുസ്ലിം സഹോദരനെ പോലും, ഇസ്ലാമിന്റെ വിശുദ്ധിയാണ്, ഒരമുസ്ലിമിനെ പോലും ഗീബത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല. പണ്ഡിതന്മാരെ പറ്റി പറയുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത് കബീറത്താകും, ഡിഗ്രി കൂടും, വൻകുറ്റമാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതൻ പൊരുത്തപ്പെട്ട് തന്നാലും തൗബ കൂടാതെ അല്ലാഹ് പൊറുക്കൂല. അതല്ലേ വൻകുറ്റം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഏതൊരു വിഷയത്തെ പറ്റിയും വൻകുറ്റം എന്ന് പറയുന്നുണ്ടോ അതിന്റെ പിന്നിലുള്ള വിവക്ഷ അതാണ്.
അതൊരു ഇസ്തിഗ്ഫാർ കൊണ്ടോ വേറെ ഏതെങ്കിലും ദാനധർമ്മം കൊണ്ടോ നിങ്ങൾ നന്നായി ഏതെങ്കിലും മജ്‌ലിസിൽ വെച്ച് പൊട്ടിക്കരഞ്ഞത് കൊണ്ടോ മാത്രം അത് തീരൂല. അതിന് തൗബ എന്ന് പറയുന്ന മഹത്തായ ആശയം സ്വീകരിക്കുക തന്നെ വേണം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പരിശുദ്ധിയാണ് പറയുന്നത്. ഒരാളെ പറ്റിയും പറയാനേക്കാതെ, ഒരാളെ പറ്റിയും കേടായൊരു സംസാരം നടത്താൻ സന്ദർഭം കൊടുക്കാതെ സ്വഹാബിമാരെയും അവരുടെ ഭാര്യമാരെയും നബിപത്നിമാരെയും വല്ലാതെ ശുശ്രൂഷിച്ച് വളർത്തിയിട്ട് മുസ്തഖീമായ രീതിയിൽ അവരെ കൊണ്ട് നടന്ന ശൈലി ഹദീസിൽ ധാരാളം കാണാം. ഗീബത്തിന്റെ കടുപ്പം പറഞ്ഞാൽ ഒറ്റ ഹദീസ് തന്നെ മതിയല്ലോ. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗീബത്ത് മറ്റൊരാളെ പറ്റി കുറ്റം പറയൽ അത് അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാളും ഗൗരവമേറിയതാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? വേശ്യാവൃത്തി നടത്തിയ ഒരു മനുഷ്യൻ ഇസ്ലാമിക ദൃഷ്ടിയ അയാൾക്ക് ശിക്ഷ കിട്ടിയെന്ന് നിങ്ങൾ കരുതിക്കോളൂ. അങ്ങനെ ഉണ്ടായി, അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തു ഇസ്ലാമിക രാഷ്ട്രത്തില്. അതോടൊപ്പം അയാൾ തൗബയും ചെയ്തു. അല്ലാഹ് പുറത്തു കൊടുത്തേക്കാം, ആഖിറത്തിൽ ശിക്ഷയില്ലാതിരിക്കാം. അതേ സമയത്ത് വേശ്യാവൃത്തി നടത്തിയ മനുഷ്യനും ഖാലിസായ തൗബ ചെയ്തിട്ട് നിഷ്കളങ്കമായ നിലക്ക് അല്ലാഹു തആലാനോട് പാപമുക്തിക്ക് വേണ്ടി കേണപേക്ഷിച്ചിട്ട് അല്ലാഹ് വിട്ടുകൊടുത്താൽ പിന്നെ അയാൾക്ക് ശിക്ഷിക്കൂല, അയാളെ ശിക്ഷിക്കപ്പെടൂല. അതേ സമയത്ത് ഗീബത്ത് ഒരാള് പറഞ്ഞിട്ട്, പടച്ചോനെ ഞാൻ പറഞ്ഞ ഗീബത്തൊക്കെ നീ പൊറുക്കണേന്ന് പറഞ്ഞാൽ മാത്രം അല്ലാഹ് പൊറുക്കൂല. ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പൊരുത്തപ്പെട്ടു തരണം. ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പൊരുത്തപ്പെട്ടു തരണം. അത് സ്വന്തം ബാപ്പാനെ പറ്റിയാണെങ്കിലും ഉമ്മാനെ പറ്റിയാണെങ്കിലും പറഞ്ഞാൽ അത് ഗീബത്താകൂലേ? ഗീബത്താകും. നേരത്തെ പറഞ്ഞ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ആകൂല. ബാപ്പാനോടൊന്ന് ഉപദേശിക്കാൻ ബാപ്പ ഏറെ സ്നേഹിക്കുന്ന ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ബാപ്പാക്ക് വലിയ മാറ്റം കാണാറുണ്ട്, അതുകൊണ്ട് ചെറിയൊരു പോരായ്മണ്ട്, നിങ്ങൾ അതൊന്ന് ഉണർത്തി കൊടുക്കണം. അപ്പോരായ്മ അയാളോട് പറഞ്ഞു, നിയ്യത്ത് നന്നാക്കിയിട്ടാണെങ്കിൽ നല്ല കൂലി കിട്ടും. അത് കാരണം ബാപ്പത് ഉപേക്ഷിച്ചാലോ നസീഹത്തിന്റെ വലിയ കൂലി കിട്ടും. അതേ സമയത്ത് അവിടെ നിയ്യത്ത് നന്നാക്കാതെ ബാപ്പാനെ വഷളാക്കാന്നൊരു ലക്ഷ്യം ഉള്ളിൽ വന്നോ, അത് ഹറാമായ ഗീബത്താണ്, തർക്കമില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് കുറച്ച് നീളം കൂടിയ പെണ്ണായിരുന്നു. സഹോദരിമാരെ, പലപ്പോഴും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ, മറ്റൊരാളെ വീട്ടിലേക്ക് പോകുമ്പോ, ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോ, ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഗീബത്തിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥ വളരെ കുറവല്ലേ? ഒരു നല്ല വിഷയം കഴിഞ്ഞാലും അത് മുഴുവനും മറ്റൊരാളെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് നമ്മൾ ചേർക്കുകയാണ്. മൊബൈലിൽ നമ്മൾ കൈനക്കുന്നതിനേക്കാളും സ്പീഡിലാണ് ഷെയർ ചെയ്യുന്നത്, അത്രയും പെട്ടെന്നാണ് പറഞ്ഞു തീർക്കുന്നത്. ഉദാഹരണമായി, നല്ല കർമ്മമല്ലേ ജമാഅത്ത്? ജമാഅത്ത് കഴിഞ്ഞിട്ട് രണ്ടാളിങ്ങനെ ഇറങ്ങുകയാണ്. ജമാഅത്ത് നിസ്കാരത്തിന്റെ ഫളീലത്ത് പറഞ്ഞാൽ തീർക്കാൻ കഴിയോ? ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല, അത്രമാത്രമുണ്ട് ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം പറയാൻ. ആ ജമാഅത്ത് സ്ത്രീകൾക്കുമുണ്ട് മഹത്വം, പുരുഷന്മാർക്കുമുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കൂടുതൽ ബാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വീട്ടിൽ സുന്നത്താണ്. ആ നിസ്കാരം കഴിഞ്ഞിങ്ങനെ വരുമ്പോ അതേ രണ്ടുപേര് സംസാരിക്കുന്നതിനിടക്ക് ദിശ മാറി മൂന്നാമത്തെ ഒരാളതാ ഇടയിൽ കടന്നു വരുന്നു. സുഖകരമല്ലാത്ത രീതിയിൽ മൂന്നാമത്തെ ആളെ പറ്റി സംസാരിക്കുന്നു. അയാൾക്ക് വെറുപ്പാകും കേട്ടാൽ അത്തരത്തിലൊരു സംസാരം. അയാളിലുള്ളത് തന്നെയാണ് ആ പറയുന്നത്, ഇല്ലെങ്കിൽ അത് കളവാണ്. എന്നെ പറ്റി ഒരാള് സംസാരിക്കുമ്പോ എന്റെ മദ്ഹാണോ പറയുന്നത്? അവിടെ കുറ്റം രേഖപ്പെടുത്തപ്പെടൂല. കേട്ടാൽ എനിക്ക് വെറുപ്പാകുന്ന ഒരു സംസാരമാണോ പറയുന്നത്? എന്നാൽ അവിടെ ഗീബത്ത് രേഖപ്പെടുത്തപ്പെട്ടു പോയി. അത്ര മതി, വളരെ ചെറുതായാലും മതി, വളരെ ചെറിയ ഒരു പദമാണെങ്കിലും ശരി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന നീളമുള്ള പെണ്ണിനെ പറ്റി
പുറത്തു പോകുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഈ പെണ്ണ് നല്ല നീളമുണ്ടല്ലോ, ഈ പെണ്ണ് ഇത്തിരി നീളം കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇൽഫളീ, തുപ്പിക്കളയൂ ആയിഷ, തുപ്പിക്കളയൂ. തുപ്പിയപ്പോഴതാ ഒരു ചെറിയ ഇറച്ചി കഷ്ണമാണ് തുപ്പിപ്പോയത്. ശരിക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്, ഒരു ചെറിയ ഇറച്ചിയുടെ കഷ്ണമാണ് തുപ്പിപ്പോയത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ മാ ഖുൽതു ഇല്ലാ മാ ഫീഹാ, ഉള്ളതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദക്കർതി ഖുബ്ഹ മാ ഫീഹാ, ആ പെണ്ണിലുള്ള ഒരു വിഷയം മോശമായിട്ടല്ലേ പറഞ്ഞത്, നല്ല നിലക്കാണെങ്കിൽ ഇത് വരൂലല്ലോ, മോശമായിട്ട് എന്തിനാ പറഞ്ഞത്? അതുകൊണ്ട് അതിൽ നിന്ന് മടങ്ങണം, ആ പെണ്ണിനെ പൊരുത്തപ്പെടിക്കണം, ഇനി ഈ നിലക്കുള്ള സംസാരം പാടില്ല. ഒരാളും നബി തങ്ങൾ അടുത്ത് വന്നിട്ട് അയാൾ അങ്ങനെയാണ് മറ്റേ സ്ഥലം വിട്ടു ഒരാളെ പറ്റി അയാൾ ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ആരും അങ്ങനെ പറയണ്ട എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ സ്വഭാവ ശുദ്ധീകരണത്തിൽ തങ്ങൾ നൽകിയ വലിയൊരു നിർദ്ദേശമാണ്. ഒരു വലിയ നേതാവാകുമ്പോ എത്രയെല്ലാം പോയി പറയണ്ടാകും, നമ്മളൊന്ന് കണക്കൂട്ടിയാൽ. ചില വിഷയങ്ങളൊക്കെ അവർ വന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, ഡേഞ്ചർ കേസ് പറയുമ്പോ പറയും, നിങ്ങൾ പ്രശ്നമാക്കണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ നന്നായിക്കോളും, ശരിയായിക്കോളും. ഒരു സഹാബിനെ പറ്റി പരാതി വന്ന് പറഞ്ഞു നബിയെ, ആ സ്വഹാബി ഇടക്കിടക്ക് കളവ് നടത്തുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. നിസ്കരിക്കുന്ന ആളാണ്. എന്നാ നിങ്ങൾ പേടിക്കണ്ട, ഇന്ന സ്വലാത്തഹു സതൻഹാഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും, അതിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹം മാറും. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, ആള് നല്ല ഉഷാറാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇന്ന സ്വലാത്തഹു സതൻഹാഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ കുറ്റകൃത്യത്തിൽ നിന്ന് തടയും, അദ്ദേഹത്തെ നന്നാക്കും. ഇത് വല്ല ശിക്ഷാമുറകളും കൊടുക്കണോ എന്ന അർത്ഥത്തിൽ വന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അറിവില്ലാതെ ചെയ്ത ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങിയിട്ട് നന്നാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വ്യക്തമായും പഠിപ്പിച്ചു. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ പോയി അതല്ലാതെ ഓരോരുത്തരെ പറ്റിയും പറയുന്ന ആ കഥ അതവിടെ സ്വീകരിക്കൂല. നമ്മളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മളൊരാളെ ട്രീറ്റ്മെന്റ് കാണാൻ വേണ്ടി പോയി, അയാൾക്ക് സഹായത്തിന് നമ്മൾ കൊടുക്കുന്നു 50,000 രൂപ. ഒരാൾ സ്വന്തമായി കൊടുക്കാണ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കിട്ടു തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന സന്ദർഭത്തിൽ ഇത്രയും നീ ചെയ്തില്ലേ എന്ന നിലയ്ക്ക് പിശാച് പറയും, കൂടുള്ള ആളോട് വേറെന്തെങ്കിലും നീ പറഞ്ഞേക്കൂന്ന്. അപ്പൊ നീ അവിടെ എത്തി നോക്കുമ്പോ നിന്നെക്കാളും പണമുള്ള ഒരാൾ ആ രോഗിയെ കാണാൻ വന്നിട്ടുണ്ട്. അയാളൊരു പക്ഷേ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാകൂല, പിന്നെ കൊടുക്കാന്ന് കരുതിയിട്ടുണ്ടാകും. നല്ലത് കരുതിയാ മതിയല്ലോ. നീ കൊടുത്ത സ്ഥിതിക്ക് നീ പറഞ്ഞു അയാൾ ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. നീ കൊടുത്ത 50,000 മുഴുവനും കൊടുക്കാത്ത ആളെ അക്കൗണ്ടിലേക്ക് നീങ്ങിപ്പോയി. എത്ര പെട്ടെന്നാണ് സഹോദരങ്ങളെ നീങ്ങിപ്പോയത്. ഒരു വരി മൊത്തം എഴുതിയാലുണ്ടോ ആ വാക്കില്ലല്ലോ, ഒരു മിനിറ്റ് നേരം പറഞ്ഞിട്ടില്ലല്ലോ. എത്ര ചെറിയ വാക്കുകൊണ്ടാണ് ഈ 50,000 മൊത്തം നീങ്ങിയത്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം, നന്നായി കരുതണം. എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനമാണിത്. അതുകൊണ്ടാണ് ഒരു സുദീർഘമായ ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്നത വയുബാഇദുനി മിനൻ നാർ. എനിക്കൊരു പ്രവൃത്തി പറഞ്ഞു തരണം,
നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്തുന്ന അമല് പറഞ്ഞു തരണം. അതാണ് വലിയ വിജയം. നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ കഴിയണം. അല്ലാഹ് ഭാഗ്യം തരട്ടെ, അല്ലാഹ് തൗഫീഖ് തരട്ടെ. അതല്ലേ നമ്മൾ സാധാരണ ഓതാറുള്ളത്, ഫമൻ സുഹ്സിഹ അനിന്നാരി വൗദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് ദൂരത്താക്കപ്പെട്ടു. നരകം അയാളെ തൊട്ടിട്ടില്ല, നരകത്തിന്റെ ചൂട് അയാൾ അനുഭവിച്ചിട്ടില്ല. നരകത്തിൽ ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് തൊട്ടിട്ടയാളെ കാലിന്റെ അടിഭാഗം പോലും ചൂട് കൊണ്ടിട്ടില്ല. അങ്ങനെ സ്വർഗത്തിൽ ഡയറക്റ്റായി പ്രവേശിക്കപ്പെട്ടു എങ്കിൽ അയാൾ വിജയിച്ചു. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ മരിക്കുന്ന നേരത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ ചൊല്ലിയാൽ ദഖലൽ ജന്ന എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിച്ച് മഹാന്മാര് പറഞ്ഞു, ഐ മഅൽ ഫായിസീൻ, വിജയിക്കുന്നവരെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ നരകം തൊടാതെ സ്വർഗത്തിൽ പോകാൻ കഴിയും. അത് വലിയൊരു ഭാഗ്യം. മരിക്കുന്ന നേരത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള മനസ്സിന്റെ ഹിമ്മത്ത്, ഏറ്റവും കൂടുതൽ കരുത്ത് വേണ്ടത് മനസ്സിനാണ്, ഖൽബിനാണ്. അപ്പൊ ഹിമ്മത്ത് വേണ്ടത്. ഖൽബിന് നല്ല ഹിമ്മത്തുള്ള ആൾക്കാർ എത്രയോ ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരെ പോലെ മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ ആഗ്രഹം. കലിമ ഉറക്കം 3 വട്ടം ചൊല്ലിയവരുണ്ട്. ഒരൊറ്റ വട്ടം ചൊല്ലിയ കലിമക്ക് 10-20 ആള് സാക്ഷിയായി, ആ വീട് സാക്ഷിയായി, അപ്പുറത്തെ മരങ്ങൾ സാക്ഷി, അതൊക്കെ സാക്ഷിയല്ലേ. ഉറക്ക കലിമ ചൊല്ലിയിട്ട് ഒരു പുഞ്ചിരി തൂകിയിട്ട് അവരങ്ങ് മരിച്ചു. എന്തൊരു സന്തോഷം. അവര് നരകം തൊടാതെ സ്വർഗത്തിലെത്തും. അതാണ് ദഖലൽ ജന്ന എന്ന ഹദീസ് വിശദീകരിച്ചപ്പോ മഅൽ ഫായിസീൻ, മുഅ്മിനീങ്ങളൊക്കെ സ്വർഗത്തിലെത്തൂലേ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? അത് വിജയികളെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം ചൊല്ലിക്കിട്ടുക എന്ന് പറഞ്ഞാല് ആളെ ജീവിതമൊക്കെ റെഡിയായി എന്നുള്ളൊരു റിസൾട്ടാണ്. ആള് ജീവിച്ചത് മുതലായി. അങ്ങനെ കുറെ ആൾക്കാരെ നമ്മളിങ്ങനെ അനുഭവിക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും. ദിക്ർ ചൊല്ലി ശീലമുള്ള ദാക്കിരീങ്ങൾക്ക് അങ്ങനെ വലിയൊരു പ്രത്യേകത ഉണ്ട്. അവരെ നാവിൻ അല്ലാഹു തആല പച്ചപ്പ് മാറ്റിയിട്ടില്ലെങ്കിൽ വേറെ ഒരു വിഷയം കൊണ്ടും നാവിന്റെ ആ ദിക്റിന്റെ പച്ചപ്പ്, വലിസാനുക റത്ബുൻ ബിദിക്രില്ല, ദിക്ർ കൊണ്ട് പച്ച പിടിച്ച ആ ഒരു പച്ച അത് മാറിയിട്ടില്ലെങ്കിൽ, ആ ഒരു മധുരം അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുന്നു പറയാൻ, അങ്ങനെ ചൊല്ലുന്ന കേട്ടു ദിനേന 10,000 ദിക്ർ ചൊല്ലുന്ന ഒരാൾ, ഒരു സാധാരണക്കാരൻ, ആലിമൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനോടുള്ള ബഹുമാനം ദിനേന 10,000 ദിക്ർ. അതിലധികം ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അഫ്ളലു ദിക്ർ അതാണ്. അധികം ലാ ഇലാഹ സ്വലാത്തൊക്കെ ഉണ്ട്, ഇപ്പൊ കൂട്ടിയിട്ടാ 10,000. ഈ 10,000 ദിക്ർ ചൊല്ലുന്ന ഈ മനുഷ്യൻ അവസാനം ഇങ്ങനെ ചെറിയൊരു അസ്വസ്ഥതൊക്കെ വന്ന് വല്ലാത്ത വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നല്ല ആശ്വാസം കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ചു, നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചു. നല്ല വൃത്തിയുള്ള വസ്ത്രത്തിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോഴാണ് മരണം വരുന്നത്. അപ്പൊ എല്ലാരെയും അടുത്തേക്ക് വിളിച്ചുകൂട്ടി നല്ല സന്തോഷത്തോടുകൂടെ തന്നെ സലാം പറഞ്ഞു എല്ലാവരോടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം ഉറക്കെ ചൊല്ലി. അത് കണ്ടപ്പോ അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നാലോചിച്ചു. അതെന്താണ്? അത് ആ ദിക്റിന്റെ മഹത്വമാണ്. 10,000 ദിക്ർ ഒരു ദിവസം ചൊല്ലാന്ന് പറഞ്ഞാൽ 10 ദിവസമാകുമ്പോ 1,00,000. അത് 100 ദിവസമാകുമ്പോ എത്രയായി? ഒരു വർഷമാകുമ്പോ എത്രയായി? നിങ്ങൾ നോക്ക് ദിക്റിന്റെ ഒരു മധുരം. അപ്പൊ ആളുകൾ പറഞ്ഞു, ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇതിനാണ് ആ ദിക്റൊക്കെ കൂടി ചൊല്ലിയത്, ഇതിനാണ് ഇത്രയും കാലം ചൊല്ലിപ്പോന്ന ദിക്റുകൾക്കൊക്കെ ഉള്ള റിസൾട്ടാണ് ഇപ്പൊ കിട്ടിയത്. കേട്ടില്ലേ നിങ്ങൾ? 3 പ്രാവശ്യം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര സന്തോഷത്തോടെ ചൊല്ലിയത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം എന്നുള്ള ആ ഒരു ദുആ, അത് വല്ലാത്തൊരു ദുആയാണ്. മഹാന്മാരൊക്കെ ആഗ്രഹിച്ചതാണ്. അതിന് തടസ്സം നിൽക്കുന്നൊന്നും വരാൻ പാടില്ല. അതാണ് ഇവിടെ ചോദിക്കുന്നത്. നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന ഒരു അമല്. മുആദ് റളിയല്ലാഹുവിന്റെ ചോദ്യം ഇങ്ങനെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ ലഖദ് സഅൽതൻ അംദിൻ നദീം, വലിയൊരു സംഗതിയാണല്ലോ ചോദിച്ചത്. വഇന്നഹു ലയസിറുൻ ലാ മൻ യസ്റഹു അല്ലാഹു തആല അലൈഹി,
അള്ളാഹു എളുപ്പം നൽകിയവർക്ക് ഇത് വളരെ എളുപ്പമാണ്. എന്നിട്ട് തങ്ങൾ എണ്ണി പറയാണ്, തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കണം, ഒരാളെയും പങ്കു ചേർക്കരുത്. യഥാർത്ഥ വിശ്വാസം വേണം. നിസ്കാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നന്മയുടെ വഴികൾ ഉപദേശിച്ചു കൊടുക്കുന്നു. സ്വതക്കയെ പറ്റി പറഞ്ഞു, നോമ്പിനെ പറ്റി പറഞ്ഞു, ക്ഷമയെ പറ്റി പറഞ്ഞു, അതേ രൂപത്തിൽ ശുദ്ധത്ത് നിസ്കാരങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ ചോദ്യം, ദീർഘിച്ച ഹദീസാണ്, ഞാൻ ഒന്നാകെ വായിക്കുന്നില്ല. അവസാനത്തെ ചോദ്യം, അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലിഹി, മുആദേ അതിന്റെ എല്ലാം അടിസ്ഥാന വേര്, ഈ പറഞ്ഞ നന്മകളുടെ എല്ലാറ്റിന്റെയും അടിസ്ഥാന വേര് പറഞ്ഞു തരട്ടെ. അതേ നബിയെ പറഞ്ഞു തരൂ. ഫാഖദ ബിലിസാനിഹി, തങ്ങൾ നാവങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ, നാവിനെ നന്നായി നിയന്ത്രിച്ചോ മുആദേ. ഇതിന്റെ എല്ലാം അടിസ്ഥാനം അതാണ്. നിസ്കാരം നോമ്പൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് അവസാനം പറയുന്നത്. ഈ വിഷയങ്ങളുടെ അടിസ്ഥാന പേര് നിയന്ത്രണമാണ്. നാവിനെ നന്നായി നിയന്ത്രിച്ചോ മുആദേ. മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ സംസാരിക്കുന്ന വിഷയം കൊണ്ട് നമുക്ക് ശിക്ഷ വരുമോ? നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന്റെ പേരിൽ അല്ലാഹ് നമ്മളെ ശിക്ഷിക്കുമോ? എന്താണ് മുആദേ ചോദിക്കുന്നത്? വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം, ജനങ്ങളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നത് ഇല്ലാ ഹസായിദു അൽസിനതിഹിം, നാവുകൾ കൊയ്തെടുക്കുന്നതല്ലയോ മുആദേ? നാവിന്റെ കൊയ്ത്താണ്, നാക്ഷരമാണല്ലോ ഏറ്റവും ഗൗരവമുള്ളത്. സഹോദരങ്ങളെ, അമ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും തറക്കുന്ന അമ്പേതാണ്? നാവിന്റെ അമ്പല്ലേ. അതുകൊണ്ടല്ലേ പലരും ആ അമ്പ് കൊണ്ട് പണ്ട് കാലത്തെപ്പോഴോ തറച്ചു വെച്ചത് ഇന്നും മറക്കാതെ സൂക്ഷിക്കുന്നത്. അതിന്റെ ഊക്കാണ്. അന്ന് ഞാനും നീയും സ്കൂള് വിട്ട് പിരിഞ്ഞപ്പോ നീ എന്നോട് പറഞ്ഞ ഒരു വർത്തമാനം എന്റെ മനസ്സ് തട്ടിയത് ഒന്നും മാറിയിട്ടില്ല. അന്നാ പറഞ്ഞതൊന്നും മാറിയിട്ടില്ല എന്ന് പറയുമ്പോ ഇന്നത്തെ വയസ്സ് എത്ര കുട്ടിയൊക്കെ 60. അപ്പൊ ഈ വാക്കിന്റെ, വാക്ഷരത്തിന്റെ, നാക്ഷരത്തിന്റെ ഗൗരവം എത്ര വലുതാണ്. വസ്സഹ്മു സഹ്മാനി സഹ്മുൽ ഖൗലി വൽ ഖൗസ്, അസ്ത്രം രണ്ടെണ്ണമാണ്, ഒന്ന് നാവിന്റേത്, മറ്റൊന്ന് വില്ലിന്റേത്. അവിടെ മഹാന്മാര് പഠിപ്പിച്ചു, ഫദാക അബ്റഉ മിൻ അസ്ബഖു മിൻ ഹാദാ വലാ യുഖ്തി, നാവ് കൊണ്ട് തൊടുത്തു വിടുന്ന അസ്ത്രം അത് പെട്ടെന്ന് പോയി തറക്കും. വലാ യുഖ്തി, ഉന്നം വേക്കൂല, അത് ലെവല് തെറ്റൂല. അതേ സമയത്ത് വില്ലിൽ നിന്ന് വിടുന്നത് ചിലപ്പോൾ കൊക്കിന് വെക്കുന്ന കൊളക്കോയി കൊണ്ടുവന്ന് വരും. അപ്പൊ കൊളക്കോയെ കിട്ടിയ ഭാഗമായിട്ട് പോരും. ഉദ്ദേശിച്ചത് കൊക്കിനെയാണ്, അങ്ങനെ വരാം. പക്ഷെ നാവ് കൊണ്ട് പോകുന്നതില്ലേ, അത് കറക്റ്റ് തറക്കും, ഉന്നം തെറ്റൂല. വജുർഹു ഹാദാ ലഹു ബുർഉൻ വദാലിക ലം യബ്റഅ ഫഖഫ് മൻ ദഅലൈക ബിസ്സഖതി, ഇതിന്റെ മുറിവ് പെട്ടെന്ന് മാറും. വില്ലിൽ നിന്ന് പോകുന്ന അമ്പില്ലേ, അതിന്റെ മുറിവ് പെട്ടെന്ന് മാറും, മരുന്ന് തേച്ചാൽ മതി. അല്ലെങ്കിലോ മഹാന്മാരായ ആളുകളാണെങ്കിൽ അവർ ഒന്ന് തൊട്ടാൽ മതി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തൊട്ട് തടവി കൊടുത്തപ്പോഴല്ലേ ഖത്താദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് യഥാർത്ഥ സ്ഥാനത്ത് പതിഞ്ഞു പോയത്. അതേ സലമത്ത് ഇബ്നുൽ അക്വർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ശരിയായി പോയത്. അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് അബൂ റാഫി എന്ന യഹൂദിയെ കൊലപ്പെടുത്തി വരുമ്പോ കോണിയിൽ നിന്ന് വീണിട്ട് പൊട്ടിപ്പോയി. ആ കാൽ അവിടുന്ന് തൊട്ടിട്ടല്ലേ ശരിയായത്. പിന്നൊരിക്കലും എനിക്ക് അസുഖം വന്നിട്ടില്ല എന്ന് മഹാനവർകൾ പറഞ്ഞില്ലേ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ പെട്ടെന്ന് മാറും. പക്ഷേ വദാകലം യബ്റഇ, നാവിൽ നിന്ന് പോയ അമ്പില്ലയോ, അത് പെട്ടെന്ന് സുഖമാകൂല. അതുകൊണ്ടാണ് അതിന്റെ പരിക്ക് മനസ്സിൽ പലപ്പോഴും ഇങ്ങനെ തറച്ചു നിൽക്കുന്നത്.
ചിലപ്പോഴൊക്കെ ഹജ്ജിന് പോകുന്ന സമയത്ത് പ്രത്യേകം ചിലരത് ഉണർത്തും. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് ഇപ്പോഴും കൽബിൽ ഉണ്ടാകും. അതുകൊണ്ടത് മറക്കണം, അത് പൊറുക്കണം, അത് സഹിക്കണം, അത് വിട്ടുതരണമെന്ന് പ്രത്യേകം പറയും. അങ്ങനെ ചില വാക്കുകൾ പറയുമ്പോ അങ്ങനെയാണല്ലോ. അതേ സമയത്ത് നിങ്ങൾ നോക്ക്, വലിയ വലിയ മഹാന്മാരൊക്കെ ആകുമ്പോ അവരോട് അങ്ങനെ ഒരു എതിർപ്പിന്റെ പ്രയോഗം പറഞ്ഞാൽ അവരെ മനസ്സിന് അങ്ങനെ ഉണ്ടാകൂല. അതുപോലെ മനസ്സിന്റെ ക്ലിയർ ആണ്. അള്ളാഹു നമ്മളെ മനസ്സ് ക്ലിയർ ആക്കി തരട്ടെ. ഇപ്പോ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിചാരണക്ക് കൊണ്ടുവന്നു. അന്ന് അലി റളിയല്ലാഹുവിന് ഖലീഫയാണ്. കോടതി പ്രവർത്തിക്കുന്നത് ഖലീഫക്ക് കീഴിലാണ്. പക്ഷേ ഒരിക്കലും അവിടെ സ്വാധീനിക്കുന്ന ഏർപ്പാടില്ല. കാശ് കൊടുത്തും സ്വാധീനിക്കൂല, ആ സ്ഥാനം മാനിച്ചു സ്വാധീനിക്കൂല, ഒരു നിലക്കും സ്വാധീനിക്കൂല. അപ്പൊ ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹുവിനെ വന്നിട്ടൊരു സ്ട്രീറ്റിൽ ഇരുന്നു. ഇപ്പുറത്ത് വന്ന് പ്രതിയായ ആളും ഇരുന്നു, വാദിക്കുന്ന ആളും ഇരുന്നു. പ്രതി അലി റളിയല്ലാഹുവിനോ. അത് അങ്ങനെ വാദിച്ചതാണ് ഒരു വിഷയത്തിൽ. അങ്ങനെ സീറ്റ് മാറിയിരുന്നു. സത്യത്തിൽ വാദി ഇരിക്കേണ്ടടുത്ത് പ്രതിയും പ്രതി ഇരിക്കേണ്ടടുത്ത് വാദിയും ഇരുന്നപ്പോ കോടതിയിലെ ജഡ്ജി ആരാ? ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു. അത് അലി റളിയല്ലാഹുവിൽ നിന്ന് ഇൽമു സ്വീകരിച്ച ശിഷ്യനാ. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് ഇൽമിന്റെ വഴിക്കാണല്ലോ. കോടതിയിൽ സ്വാധീനിക്കും. അലി റളിയല്ലാഹുവിനെ വിളിച്ചു, യാ അബൽ ഹസൻ. അവിടുന്ന് അങ്ങോട്ട് മാറിയിരിക്കും. സത്യത്തിൽ അലി റളിയല്ലാഹുവിനു അഹ്ലു ബൈത്തിന്റെ വലിയ തറവാടല്ലേ അലി റളിയല്ലാഹുവിനു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനം പറഞ്ഞ മഹാനല്ലേ. ജഡ്ജി ഇങ്ങനെ വിളിച്ചെങ്കിലും കോടതി അവസാനിച്ച ശേഷം അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ സീറ്റ് മാറിയിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. യാ അബൽ ഹസൻ, ഒന്നിങ്ങോട്ട് മാറിയിരിക്കുക. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാതെ യാ അബൽ ഹസൻ എന്നാണല്ലോ വിളിച്ചത്. ഹസൻ എന്ന കുട്ടിയുടെ പിതാവേ എന്നുള്ള ആ ഒരു പേരാ വിളിച്ചത്. മോശപ്പെട്ട പേരൊന്നുമല്ല. പക്ഷെ അങ്ങനെ വിളിച്ചത് എന്നോട് വിഷമൊന്നും കരുതരുത് എന്ന് പറഞ്ഞപ്പോ നിങ്ങളോട് എനിക്ക് വിഷമുണ്ട്. അലി റളിയല്ലാഹു അൻഹു, നിങ്ങളോട് എനിക്ക് വിഷമുണ്ട്. നിങ്ങൾ എന്നെ അങ്ങനെയല്ല വിളിക്കണ്ടേ, യാ അലി എന്ന് വിളിക്കണം. നിങ്ങൾ എന്നെ വിളിക്കണ്ട യാ അബൽ ഹസൻ എന്നല്ല. അവിടെ എന്നെ ബഹുമാനിക്കുന്ന സ്റ്റേജ് അല്ല. അവിടെ ഞാൻ വന്നിരിക്കുന്നത് പ്രതിപട്ടികയിലാണ്. അപ്പുറത്ത് വാദിയുണ്ട്. വാദിയോട് കാണിക്കും പോലെ തന്നെയാണ് എന്നോടും കാണിക്കേണ്ടത്. യാ അബൽ ഹസൻ എന്ന് വിളിച്ച് എനിക്ക് ഇഷ്ടമായില്ല. നിങ്ങൾ അവിടെ എന്നെ വിളിക്കേണ്ടത് യാ അലി എന്നാണ്. എന്റെ പേരാ വിളിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, അവരെ മനസ്സിന്റെ തെളിവാണത്. അവരെ കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പരിക്കേൽപ്പിക്കുന്ന വാക്ക് പറയുമ്പോ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ഗീബത്ത് കടുത്ത തെറ്റാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഒന്നും പറയാതെ നാവിനെ സൂക്ഷിച്ചപ്പോ വലിയ മഹത്വം കിട്ടിയ മഹതിയാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവി റളിയല്ലാഹു അൻഹ എങ്ങാനും ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ കിട്ടൂല. ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവിക്ക് കുട്ടിയായിട്ട് അല്ലാഹു അല്ലേ നൽകിയത്. പക്ഷേ ആ ഒരു കുഞ്ഞിനെ കണ്ടപ്പോ നാട്ടുകാര് വന്ന് പറഞ്ഞില്ലേ, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ്യാ. ഓ ഹാറൂനിന്റെ സഹോദരിയായ പെണ്ണേ, മറിയം ബീവിയുടെ സഹോദരനാണ് ഹാറൂൻ, നല്ല മനുഷ്യനാണ്. ഹാറൂന്റെ സഹോദരിയായ പെണ്ണേ, നിന്റെ ഉമ്മ ഒരു നിലക്കും മോശക്കാരിയായ പെണ്ണല്ലല്ലോ, ബാപ്പ നല്ല മനുഷ്യനാണല്ലോ. പിന്നെന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? എവിടുന്നാണ് ഈ കുട്ടി? ആരാണ് ഈ കുട്ടിയുടെ പിതാവ്? എന്താണ് ഈ കുട്ടിയുടെ പിന്നിലെ രഹസ്യം? പലരും പല രൂപത്തിലും ഭാഷ മാറിയിട്ടൊക്കെ സംസാരിച്ചപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ നിങ്ങൾ നോക്ക്, മഹദി പറയുന്നത് എന്താണ്? മഹദി നിശ്ചയിക്കുന്നത് എന്താണ്? ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്റെ കുട്ടിയെ പറ്റി എന്ത് തന്നെ നിങ്ങൾ സംശയിച്ചാലും, എന്ത് തന്നെ എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാലും, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, റഹ്മാനായ റബ്ബിന് ഞാൻ അടക്കത്തെ നേർച്ചയാക്കിയിരിക്കുന്നു, ഒതുക്കം മൗനം നേർച്ചയാക്കിയിരിക്കുന്നു.
നോമ്പ് നോറ്റിട്ടുണ്ട്, യഥാർത്ഥ നോമ്പല്ല. ആ നോമ്പിന്റെ ഉദ്ദേശമാണ് തൊട്ടുതായ പറയുന്നത്, ഒരാളോടും ഞാൻ പ്രതികരിക്കാനില്ല. ആളുകൾ ഇങ്ങനെ പിന്നെയും പിന്നെയും വരുന്നേ, ചോദിക്കുന്നവരിങ്ങനെ ഊക്കുകൂട്ടി ചോദിക്കുകയാണ്. ചോദിച്ചത് എത്ര ചോദിച്ചിട്ടും മറുപടി പറയാതിരിക്കുമ്പോ പലരും ദേഷ്യപ്പെടുകയാണ്. അപ്പോഴല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രതികരിക്കൂല നിശ്ചയം ചെയ്തിട്ട് കുട്ടിയിലേക്കൊന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ അവരാ കുട്ടിയെ പരിഹസിക്കും വിധമാണ് പറഞ്ഞത്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യാ. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളോട് സംസാരിച്ച് ഞങ്ങൾക്ക് ശീലല്ല, സംസാരപ്രായമെത്തിയ കുട്ടികളോടല്ലേ സംസാരിക്കാൻ കഴിയൂ. അപ്പോഴല്ലേ ഈ മൗനം പാലിച്ചതിനും പ്രതികരിക്കാത്തതിനും അള്ള കൊടുത്ത ബഹുമാനം. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഒന്നാമത്തെ ദിവസമാണ് പറയുന്നത്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. നിർദ്ദേശങ്ങളല്ലേ കൊടുത്തത്. അവര് ചോദിച്ചതിന് അക്കമിട്ടാണ് ആ മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും തോന പറഞ്ഞത്, ഒറ്റ വാക്കിൽ ഒതുക്കാതെ. തുടക്കം തന്നെ ചുട്ട മറുപടിയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ ജാരസന്താനമല്ല, ദൈവത്തിന്റെ അവതാരമല്ല, ദൈവത്തിന്റെ പുത്രനും അല്ല, ദൈവത്തിന്റെ സങ്കല്പവും അല്ല. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. ഞാനൊരു സാധാരണ കുട്ടിയാണെന്ന് കരുതരുത്. നിങ്ങളും അല്ലാഹുവിന്റെ അടിമകളാണ്, ഞാനും അല്ലാഹുവിന്റെ അടിമയാണ്. പക്ഷേ ഞാനും നിങ്ങളും തമ്മിൽ വേർതിരിവുണ്ട്. എന്താണ് വേർതിരിവ്? ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. അല്ലാഹു എനിക്ക് ഇൻജീൽ എന്ന ഗ്രന്ഥം തന്നിട്ടുണ്ട്, എന്നെ നബിയാക്കി അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. അത് കുട്ടിക്കാലത്ത് തന്നെ ഒന്നാമത്തെ ദിവസം നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. തൊട്ടുതായ വബർറംബി വാലിദത്തി എന്നൊരു വാക്ക് കാണാം. നിസ്കാരം കൊണ്ട് അല്ലാഹു എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൊണ്ടും വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ജീവിക്കുന്ന കാലത്തോളം എന്റെ മാതാവിന് ഗുണം ചെയ്യാനും. ഇതെന്റെ മാതാവ് തന്നെയാണ്, ആ മാതാവിൽ നിന്ന് ജനിച്ച കുഞ്ഞാണ് ഞാൻ. അതുകൊണ്ട് വേറെ ഒരു രൂപവും ഭാവവും എനിക്ക് വെച്ച് കെട്ടി പറയണ്ട എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം അവിടെ നൽകുന്ന മറുപടി. എത്രമാത്രം വലിയ മഹത്വമുള്ളതാണ്. ഇത്രയും വലിയ മഹത്വം മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കറാമത്തും ഈസാ നബി അലൈഹിസ്സലാമിന് മോചിതത്തും രണ്ടും സംഭവിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം അത് മറക്കരുത്. അതാണ് നമ്മുടെ വിഷയം. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ. നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും, ബാപ്പാനെ പറഞ്ഞാലും ഉമ്മാനെ പറഞ്ഞാലും ആരെ ഗീബത്ത് പറഞ്ഞാലും എന്റെ പ്രതികരണം നല്ല വഴിക്കാണ്. എന്തെങ്കിലും പറഞ്ഞു ഒരു വിഷയമില്ല, ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ ആളുമല്ല. ആ മാതൃക സ്വീകരിച്ചപ്പോൾ എത്ര വലിയ ബഹുമാന കിട്ടിയത്. നമ്മളൊരു പക്ഷേ നമ്മളെ പറ്റി ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോഴേക്ക് അയാളെ പറ്റി വേറെ പറയും. അപ്പൊ പറഞ്ഞതിന് സമ്മായി എന്നുള്ള ആൾക്കാർക്കും പറഞ്ഞത് പറയാതിരുന്നാലാണ് മഹത്വം. പറയുന്നതിനേക്കാളും മഹത്വം പറയാതിരുന്നാലാണ്. ചിലപ്പോഴൊക്കെ പറയലും പറയാതിരിക്കലും രണ്ടും ഒരുപോലെയായി വരുമെങ്കിലോ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോഴും നല്ലത് പറയാതിരിക്കലാണ്. ഒരു കാര്യം പറയുന്നതും പറയാതിരിക്കുന്നതും ഒരേ രൂപത്തിൽ വന്നാൽ, രണ്ടും ഒരേ രൂപത്തിലാണ് ഖൈർ, മാറ്റല്ലെങ്കിൽ അവിടെയും പറയാതിരിക്കലാണ് നല്ലത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അപ്പൊ നാവിനെ നന്നായി സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഗീബത്തിൽ നിന്നാണ്. ഗീബത്ത് അങ്ങനെ പരന്ന് പിടിച്ചു വന്നാൽ, നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ കടുപ്പമുള്ള ശിക്ഷയുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരാൾ അയാളെ ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞാൽ അല്ലാഹു 10 ശിക്ഷ കൊടുക്കും. അതിലൊരു ശിക്ഷ യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ ദൂരത്തായി പോകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. രണ്ടാമത്തേത് യഖ്തുൽ മലായികതു അൻഹു സുഹ്ബാ, മലക്കുകൾ സഹവാസം നിർത്തിക്കളയും.
നമ്മളെ കൂടെ എപ്പോഴുള്ള റഹ്മത്തിന്റെ മലക്കുകൾ. അതുകൊണ്ട് കാത്തിബീങ്ങളായ മലക്കുകൾ പോകൂലട്ടോ, അങ്ങനെ കരുതണ്ട. എഴുത്തുകാരായ മലക്കുകളില്ലേ, അവര് സദാസമയത്തുണ്ടാകും. അവരില്ലാത്ത ചില ഘട്ടങ്ങളുണ്ട്, അപ്പോഴും അവർ എഴുതും. ചില മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, 3 അവസരങ്ങളിൽ കാത്തിബീങ്ങളായ മലക്കുകൾ മാറി നിൽക്കും. അതിൽ 3 ഘട്ടത്തിൽ പ്രധാനമായും ഒന്ന് ഖലായിൽ പ്രവേശിക്കുന്ന സമയം, അപ്പോ കാത്തിബീങ്ങളായ മലക്കുകൾ കൂടെ ഉണ്ടാകൂല. മറ്റൊന്ന് ജനാബത്തിന്റെ സന്ദർഭം, അപ്പോഴും കൂടെ ഉണ്ടാകൂല. മറ്റൊന്ന് ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുന്ന സന്ദർഭം, അപ്പോഴും കൂടെ ഉണ്ടാകൂല. പക്ഷെ അപ്പൊ കൂടെ ഉണ്ടാകൂല എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന് കരുതണ്ട. അതെന്തേ? അത് അല്ലാഹു തആല അവർക്ക് അവിടെ കൊടുക്കുന്ന വഴി. ആ 3 സന്ദർഭങ്ങളിലും ചെയ്യുന്നത് ദുരുദ്ദേശപരമായിട്ടാണ്, തെറ്റാണ് എങ്കിൽ ദുർഗന്ധ വാസനയാണ് ആ മലക്കുകൾക്ക് അല്ലാഹു കൊടുക്കുന്നത്, അത് രേഖപ്പെടുത്തും. അവിടെ ചെയ്യുന്ന നന്മയാണോ, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വിഷയമാണോ, നല്ല സുഗന്ധ വാസന കൊടുക്കും, അത് രേഖപ്പെടുത്തും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ ഒരു ഘട്ടവും ഒഴിവില്ല. ഇപ്പറഞ്ഞ മലക്കുകൾ അതല്ല, ഈ പറയുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ മുഅ്മിനീങ്ങളെ കൂടെ കണ്ട് ആ മലക്കുകൾ സഹവാസം നിർത്തിക്കളയും. കാരണം ഇവന്റെ നാവിൽ നിന്ന് ഗീബത്ത് മണക്കുന്നുണ്ട്, കൂടെ നടക്കാൻ പറ്റൂല എന്ന് മലക്കുകൾ തീരുമാനിക്കും. മൂന്നാമത്തത് യകൂനു നസ്ഉ റൂഹിഹി ഇൻദ മൗതിഹി ശദീദാ. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. മരിക്കുന്ന സമയത്ത് റൂഹ് പിരിയുന്നത് വളരെ കടുപ്പമേറിയ രൂപത്തിലാകും. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് വേർപിരിയുന്നത് വെണ്ണയിൽ നിന്നൊരു നൂല് വലിച്ചെടുക്കും പോലെ എന്ന് ഹദീസിലുണ്ടല്ലോ. അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷക്ക് കടുപ്പം കൂടും. ഏഴാമത്തത് യഹ്ബിതു അമലുഹു, അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. കാരണമൊക്കെ ആരാന്റെ അക്കൗണ്ടിൽ പോയി, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. എട്ടാമത്തത് യതഅദ്ദാ മിൻഹു റൂഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ ആത്മാവൊക്കെ ഇല്ലിയീനിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവിടെ ആരെ റൂഹുണ്ട്? റൂഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു നബി തങ്ങളെ ആത്മാവുണ്ട് അവിടെ ഇല്ലിയീനില്. അത് വലിയ സന്തോഷമാണ്. അവരോടൊക്കെ സമ്പർക്കം പുലർത്തിയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. ഖബറിലേക്ക് എത്തുമ്പോഴേക്ക് അതെല്ലാം വിസിറ്റ് ചെയ്ത് തിരിച്ചെത്തിപ്പോയി എന്ന് ഹദീസിൽ കാണാം. പക്ഷേ അവിടെ തങ്ങളെ ആത്മാവ് ഗീബത്ത് പറഞ്ഞ് അങ്ങനെ സുഖിച്ച് രസിച്ച് വന്ന ആത്മാവാണോ? ടച്ച് കുറയും, സമ്പർക്കം ഉണ്ടാകൂല, വിട്ടു നിൽക്കും, ശല്യമായി കാണും. 9-ാമത്തായിട്ട് യസ്ഖത്തുല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ മേല് ദേഷ്യം വെക്കും. 10-ാമതായിട്ട് യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമത്തി ഇൻദൽ മീസാൻ. മീസാൻ തൂക്കുന്ന സമയത്ത് ആള് പാപ്പരായവനാകും, ത്വരഞ്ഞവനാകും. ഒന്നും അവന് സമ്പാദ്യമായി കാണാനില്ല. പിന്നെ ആരുടെയെങ്കിലും ശഫാഅത്ത് കൊണ്ട് എന്തെങ്കിലും ഒരു രക്ഷ കിട്ടിയെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും. അമലൊക്കെ മുഴുവനും ആരാന്റെ അക്കൗണ്ടിലേക്ക് പോയില്ലേ? കാരണം അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിൽക്കുന്ന ആളുകൾ അയാൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേയാൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കണക്കനുസരിച്ച് വാങ്ങാനൊക്കുമ്പോ ദുനിയാവിൽ തന്നെ നമ്മുടെ അമലുകളൊക്കെ പലരിലേക്കും പോയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവിടെ പിന്നെന്ത് കൊടുക്കാനാണ്? ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നീതിമാനായ റബ്ബ് വിധിക്കുന്നത് അവന്റെ തിന്മകൾ മുഴുവനും ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുക തന്നെയാണ് മാർഗം, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് അവൻ മുഫ്ലിസ് എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് പറഞ്ഞു, ആര് ഗീബത്ത് പറയില്ല, പറയുകയാണെങ്കിൽ ബാപ്പാനും ഇമ്മാനെ പറയുള്ളൂ, ആ സ്വന്തം അക്കൗണ്ടിലേക്ക് തന്നെ പോകുള്ളൂ, പുറത്താരും പറയില്ല. പറയാനെങ്കിൽ വാപ്പാനും ഇമ്മാനും മാത്രമേ പറയുള്ളൂ. ഓരോ പറഞ്ഞ അർത്ഥത്തിലല്ല, അവരെ പറയുള്ളൂ. അപ്പൊ അവനാന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണല്ലോ പോണത്. അവര് കുറച്ചും കൂടി തന്നോളും, ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ തരാൻ തോന്നൂലല്ലോ. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും പോകാന്നല്ലേ തോന്നുള്ളൂ എന്ന് ചില മഹാന്മാരൊക്കെ പറയാൻ കാരണം ആ ഗൗരവം കൊണ്ടാണ്. ചില പണ്ഡിതന്മാരൊക്കെ അത് വളരെ ഗൗരവത്തോടെ കണ്ട വിഷയമാണ്. അങ്ങനെ പറയുന്നതും അങ്ങനെ ചെയ്യുന്നതും വളരെ ഗൗരവത്തോടെ കണ്ട മഹാന്മാരുണ്ട്. അബുല്ലൈസുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് 2 ദിർഹം എടുത്ത് കീശയിലിട്ടിട്ട് മഹാനവർകൾ പറഞ്ഞു, ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ ഈ 2 ദിർഹമും സ്വതക്ക കൊടുക്കും. 2 ദിർഹം കീശയിലിട്ട്. ദിർഹമിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല, ഗീബത്തിനോട് വിരക്തി ഉണ്ടായിട്ടാ.
അങ്ങനെ മക്കത്ത് പോയി തിരിച്ചു വന്നു, 2 ദിർഹമും കീശയിലുണ്ട്. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? മഹാനവറുകൾ പറഞ്ഞു, ലഅൻ അസ്നിയ 100 മറ, 100 പ്രാവശ്യം ഞാൻ സിന ചെയ്യുന്നത് സിനക്ക് കട്ടി കുറവായത് കൊണ്ടല്ല, ഗൗരവമേറിയ ശിക്ഷയാണ്. അതിനേക്കാളും ഗൗരവമാണ് ഗീബത്തിന്. അഹബ്ബു ഇലയ്യ മിൻ അൻ അഗ്താബ മറത്തൻ വാഹിദ, ഒറ്റ പ്രാവശ്യം ഗീബത്ത് പറയുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അതായിരിക്കും. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യും എന്നല്ല വാക്കിന്റെ അർത്ഥം. പക്ഷേ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ലത് അതാണ്, അത് പറ്റൂലല്ലോ. അതിനേക്കാളും ഗൗരവമാണ് ഇതിന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 2 ദിർഹം കീശയിലിട്ട് പോകാൻ കാരണം. എന്നിട്ട് പിന്നെ മഹാനവറുകൾ പറഞ്ഞു, മൻ ഇഗ്താബ റജുലൻ ഫഖീഹൻ, ഫഖീഹായ ഒരു മനുഷ്യനെ, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനായ ഒരു മനുഷ്യനെ. നിങ്ങൾ നോക്ക്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. സുബ്ഹാനല്ലാഹ്, കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചില്ലേ, എല്ലാ മസ്അലകളും തിരിയുന്ന ആള് എന്നല്ല, പിന്നെയോ അതിനുള്ള യോഗ്യത എത്തിയ ആള് എന്നാണ് അതിന്റെ ഉദ്ദേശം. അയാൾക്ക് കുറെ മസ്അലകളും വിഷയങ്ങളൊക്കെ സവിസ്തരം സലക്ഷ്യം അറിയും. ഇനി ബാക്കിയുള്ളത് അറിയാനോ പണ്ഡിതപരമായ കഴിവും ശക്തിയും ഉണ്ട്. അങ്ങനത്തെ ഫഖീഹുമാര് ഇന്നും ഉണ്ട് ഉലമാക്കളിൽ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, കണ്ടില്ലേ നിങ്ങൾ പലരും ഫഖീഹുമാരെ കുറ്റം പറയുന്നത്, ഗീബത്ത് പറയുന്നത് കണ്ടില്ലേ? മൂല്യമാരെ കോലത്തിലുള്ള പലരും തന്നെ കൂട്ടത്തിലുണ്ട്. അതല്ലേ ബഹുരസം. മൻ ഇഗ്താബ റജുലൻ ഫഖീഹൻ ജാഅ യൗമൽ ഖിയാമ, ഫഖീഹായ ഒരു മനുഷ്യനെ കുറ്റം പറഞ്ഞാലോ അത് ഗൗരവം കൂടുതലാണ്. ഖിയാമത്ത് നാളിൽ അവൻ വരും, അവന്റെ നെറ്റിത്തടത്തിൽ ഒരു എഴുത്ത് കാണാം, ആയിസും മിൻ റഹ്മത്തില്ലാഹ്, ഇവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനാണ്. റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് ഇവൻ ഒന്നും ആശിക്കേണ്ടതില്ല, ഒന്നും ഇവന് കിട്ടാനില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഇവൻ നിരാശനാണ്, ആശ മുറിഞ്ഞവനാണ്. എന്നിട്ട് വമൻ ഇഗ്താബ നബിയൻ, നബിനെ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാലോ, അങ്ങനെ ഉണ്ടോ? നബിനെ ഗീബത്ത് പറഞ്ഞല്ലോ, എത്ര പറയാണ്ട്. നബിനെ ഗീബത്ത് പറഞ്ഞില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കൂട്ടര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ മരിച്ചിട്ട് മണ്ണോട് ചേരൂലെങ്കിൽ പുറത്തു വെക്കല്ലേ, നല്ല എന്തിനാ ഉള്ളിൽ വെച്ച്, അതൊരു ഗീബത്താണ്. മണ്ണോട് ചേരൂലെങ്കിൽ പിന്നെന്തിനാ മറവ് ചെയ്തത്? മറവ് ചെയ്യാന്നാണ് മനുഷ്യന്റെ ബഹുമാനാണ്. എല്ലാ മനുഷ്യന്മാരും മറവ് ചെയ്യണം. അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല. വലക്കത് കറംനാ ബനി ആദം, എല്ലാ മനുഷ്യന്മാരെയും. അത് മനുഷ്യ ശരീരത്തിനൊരു ബഹുമാനുണ്ട്. അത് പെരിച്ചായിന്റെ മാതിരിയല്ല. പെരിച്ചായിനപ്പോ കാട്ടിലേക്ക് അങ്ങ് ഇട്ടാൽ മതി, അത് ഒരു കുറഞ്ഞ മണിക്കൂർ കഴിഞ്ഞാൽ അതങ്ങ് മണ്ണോട് അങ്ങനെ ചേർന്ന് വയ്ക്കും. മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യന്റെ ശരീരത്തിന് പവിത്രത. അതുകൊണ്ട് കുളിപ്പിക്കണം, എല്ലാരും കുളിപ്പിക്കണമല്ലോ. മുസ്ലിമിനെ മാത്രം കുളിപ്പിക്കണ്ടേ? അല്ലല്ല, എല്ലാരും കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. അതുപോലെ തന്നെ മൃഗങ്ങളൊന്നും മാന്താത്ത നല്ല കുടി കുഴിച്ച് അതിലടക്കം ചെയ്യണം. അതൊരു ബഹുമാനമാണ്. അത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു സംവിധാനിച്ച ബഹുമാനമാണ്. ഇവര് ചോദിച്ചു, അങ്ങനെ നബി തങ്ങൾക്ക് വലിയ കഴിവുണ്ടെങ്കിൽ പിന്നെ പുറത്തേച്ചാ പോരെ, അതൊരു ഗീബത്താ. വേറൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, മദീനയിൽ പോയി സിയാറത്ത് ചെയ്യുന്നത് ഏറ്റവും വലിയ ശിർക്കും കുഫറുമാണ്, അത് മറ്റൊരു ഗീബത്താണ് സഹോദരങ്ങളെ. യാ റസൂലല്ലാഹ് ഒരു വട്ടം വിളിച്ചാൽ ഒരു വട്ടം ഇസ്ലാം എന്ന് പുറത്തുപോയി, 10 വട്ടം വിളിച്ചാ 10 വട്ടം പുറത്തുപോയി, 1000 വട്ടം വിളിച്ചാ 1000 വട്ടം പുറത്തുപോയി. അത് മറ്റൊരു ഗീബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുന്നതും അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇസ്ലാമിനെതിരാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞപ്പോ അത് അള്ളാഹുവിന്റെ ഹബീബിനെ കുറ്റം പറയലാണ്. ചിലരെന്ത് ചെയ്തു? ഉബ്ബ അടിച്ച് ഇടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി, അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കര പേടിയാ. ഇപ്പൊ അങ്ങനെ പറഞ്ഞവർക്കും അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നവർക്കും ഭയങ്കര പേടിയാണ്. അതല്ലേ നിങ്ങൾ നോക്കി ഇസ്ലാമിന്റെ ബഹുമാനം. അവരാ രൂപത്തിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നാശം വിതക്കുന്ന ആൾക്കാരാണെന്ന് പണ്ടെന്നെ ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് തന്നെ, കാലങ്ങൾക്കും തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതന്മാർക്ക് മാത്രമല്ല, നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും അറിയും. ഇവര് പ്രശ്നം ഉണ്ടാക്കാനും അക്രമം ഉണ്ടാക്കാനുമാണ് ഇസ്ലാമിന്റെ പേരും പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടികൂടണമെന്ന് പറഞ്ഞപ്പോ ഞമ്മക്കതിലെതിരൊന്നുമില്ല. കാരണം അവരെ ആശയം എങ്ങനെയാണ്? ഒരു മക്കത്തും മദീനക്കും ചെല്ലുക, അക്രമം ഉണ്ടാക്കുക. അവിടെ മനുഷ്യന്മാർ ആരാധനയായിട്ട് കൂടിക്കൂട്ട് എന്തിനാ അക്രമം ഉണ്ടാക്കുന്നു?
കാര്യമായിട്ട് ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞതിൽ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ എണ്ണിപ്പറഞ്ഞ എന്താ? മക്ക ആക്രമണം, മദീന ആക്രമണം. അതൊരു ഇസ്ലാഹി വലിയൊരു പുരോഗമന പ്രവർത്തനമാവുമോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. 2 രൂപ കിട്ടുന്ന പുസ്തകത്തിന് പറഞ്ഞ വലിയ പ്രവർത്തനാണത്. സുബ്ഹാനല്ലാഹ്. അത് വലിയ വിഷമിപ്പിക്കുന്നത് ആരെയാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കണക്കിന് കൂട്ടുകയാണെങ്കിൽ നബി തങ്ങൾ അഹ്ലു ബൈത്തിനെ കുറ്റം പറഞ്ഞാൽ അത് ആരെയാ കുറ്റം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു ബൈത്തൊന്നും ഇല്ല, തങ്ങന്മാരുണ്ട് എന്നുള്ളത് എല്ലാരും ബഹുമാനിക്കുന്ന വിഷയല്ലേ. അതില്ലാന്ന് ലോകത്ത് പറഞ്ഞതാരാ സഹോദരങ്ങളെ? ഒരൊറ്റ ഹൈന്ദവ സുഹൃത്തും പറഞ്ഞിട്ടില്ല, ക്രൈസ്തവ സുഹൃത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒലക്കത് ബഹുമാനിക്കുന്നവർ, അത് പറഞ്ഞവര് വിദേഹത്തുകാരാ. അവരാ പറഞ്ഞത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര കർബലയിൽ മുറിഞ്ഞുപോയി, അതുകൊണ്ട് തങ്ങന്മാരൊന്നില്ല. ഇല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താനങ്ങളിൽ 3 ആൺമക്കൾ അവിടെ വരാത്തവരുണ്ട്. അവരിലൂടെ സന്താന പരമ്പര ധാരാളം വന്നിട്ടുണ്ട്. അസ്തമിച്ചിട്ടില്ല, അത് ധാരാളമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അല്ലാഹു പറഞ്ഞതിന് അർത്ഥമല്ല എന്ന് പറഞ്ഞിട്ട് വരും. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് നാം അധിക സന്താന പരമ്പര തന്നു കഴിഞ്ഞു. അധിക സന്താന പരമ്പര എന്ന് പറഞ്ഞെങ്കിൽ ആ സന്താന പരമ്പര നിലനിന്നു പോകണം. സഹോദരങ്ങളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഗീബത്ത് പറഞ്ഞാലോ, കാന കമൻ ഖതല നഫ്സൻ ബിഗൈരി ഹഖിൻ, അന്യായമായി ഒരു മനുഷ്യനെ കൊന്നവനെ പോലെയാണ്. അന്യായമായി ഒരാളെയും കൊല്ലാൻ പാടില്ല, അത് വലിയ ശിക്ഷയാണ്. ന്യായമായി ശിക്ഷിക്കേണ്ടതോ അത് വ്യക്തികളും അല്ല, കോടതിയാണ്. അത് തന്നെയല്ലേ ഇസ്ലാമിന്റെ ഹുക്കുമും, അങ്ങനെ തന്നെയല്ലേ കൈകാര്യം ചെയ്യേണ്ടതും. ഞാൻ പറഞ്ഞു വന്നത് ഗീബത്തിന്റെ കടുപ്പമേറിയ ഭാഷയാണ്. അള്ളാഹു നമുക്ക് നിയന്ത്രണം നൽകുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം സ്വഹാബത്തിന് കൊടുത്ത ഉപദേശവും ഇതാണ്. ഒരൊറ്റ വാക്കും പറഞ്ഞ് ഞാൻ ദുആയിലേക്ക് കടക്കാണ്. സമയം 11 ആയി. സമയം ഉണ്ടാവൂല എന്നാണ്, ബാക്കിയൊക്കെ പറയണം. ഇനി 9 ബാക്കി എടുക്കുന്നുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഇതെന്നെ പൂരിപ്പിച്ചതല്ല, ചെറിയൊരു ഭാഗം പറഞ്ഞതാ. നാവിനെ സൂക്ഷിക്കും. അത് ഗീബത്തിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഗൗരവമുള്ളതാണ് ഗീബത്ത്. കളവും അതുപോലെ തന്നെ ഫിത്നയും ഫസാദും ഒക്കെ നാവ് കൊണ്ട് വരും, നമീമത്തൊക്കെ വരും. ഇത് കടുപ്പമേറിയതാണ് ഗീബത്ത്. അത് നന്നായി സൂക്ഷിക്കും. കഴിവിന്റെ പരമാവധി പറയുന്നതൊക്കെ നന്മയിലാക്കി മാറ്റാനുള്ള ശ്രമം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള അവസരങ്ങൾക്ക് അല്ലാഹു ഏറ്റി തരട്ടെ. പഴയ കാലത്തുള്ള നല്ല ഉമറാക്കൾ, നല്ല നല്ല ഉപ്പമാര്, അവരടുത്ത് നമ്മൾ പോയിരുന്നാൽ കുറെ ചരിത്രങ്ങളും കുറെ പഠനങ്ങളും കുറെ സന്തോഷങ്ങളൊക്കെ കേൾക്കും. നമ്മളെന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു ഭാഷ ഇങ്ങനെ ഇടുകയാണെങ്കിൽ അവരത് പെട്ടെന്ന് മറിച്ചിട്ട് പിന്നെയും വേറൊരു ചരിത്രം അങ്ങനെ പറയും. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ കൂടി അവർ നന്നാക്കാണ്. വലിയ വലിയ ആലിമ്യങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നാട്ടിലുള്ള പഴയ കാലത്ത് നല്ല നല്ല ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും അവരുടെ സ്വഭാവം അങ്ങനെയാണ്. കാരണം ഈ ലെവല് തെറ്റിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ് അവർ ആ മാർഗം സ്വീകരിക്കുന്നത്. നല്ല ഗുണപാഠങ്ങൾ, പഴയ കാലത്ത് നമ്മുടെ നാടിന്റെ ചരിത്രങ്ങൾ, അത്ഭുതങ്ങൾ, നാട്ടിൽ സേവനം ചെയ്ത ആളുകളെ പറ്റിയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ അത് പഠിക്കേണ്ട വിഷയമാണ്. അങ്ങനത്തെ മാത്രം അവർ പറയാൻ കാരണം അല്ലാത്ത കയറി വരണ്ടെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അവസാനം സ്വഹാബത്തിനോട് പറഞ്ഞ വസിയ്യത്ത്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും, സ്വഹാബത്തിനോടാ പറയുന്നത്, നമുക്കത് ബാധകമാണ്. എന്റെ ഹൗദിന്റെ അടുക്കൽ വന്ന് ഹൗദ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഖിയാമത്ത് നാളിലെ വലിയൊരു സന്തോഷാണത്. ശറഫാക്കപ്പെട്ട കരത്തിൽ നിന്ന് നക്ഷത്ര സമാനമായ കോപ്പകളല്ലേ അതിലുള്ളത്. ഓരോരുത്തർക്കും ഓരോ കോപ്പ അങ്ങനെ കൊടുക്കുമ്പോൾ ആ കോപ്പ പിന്നെ അവർക്ക് സ്വന്തല്ലേ, പിന്നെയും പിന്നെയും കുടിക്കാനുള്ള ഭാഗ്യല്ലേ. ഒരിക്കലും ദാഹല്ലാത്ത രൂപത്തിൽ. ഇന്നൊക്കെ ഞാനിങ്ങനെ വരുമ്പോ ട്രെയിനിൽ ശ്രദ്ധിച്ചു, 5 കുപ്പി വെള്ളമായി കുടിച്ചവരുണ്ട്. ഒരൊറ്റ വട്ടം പോലും മൂത്രയിക്കാൻ പോയിട്ടില്ല. ചൂടുകൊണ്ടാണ്. 5 കുപ്പി തണുത്ത വെള്ളം വാങ്ങി ഓരോരുത്തരും ഇങ്ങനെ കുടിച്ചു. ഞാൻ അങ്ങനെ ആലോചിക്കും, അയാൾ തന്നെയല്ലേ മുമ്പ് ഒരു കുപ്പി വാങ്ങിയത്, പക്ഷെ ചൂട് കൂടി അങ്ങനെ കുടിക്കൂലേ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഒരു കുപ്പി വാങ്ങി. ചൂട് ശമിപ്പിക്കണ്ടേ ശരീരത്തിന്, പിന്നെ അങ്ങനെ വെള്ളം കൊടുക്കല്ലേ, തണുത്ത വെള്ളം കുടിക്കല്ലേ. 5 കുപ്പി വെള്ളം കുടിച്ചിട്ട് മൂത്രയിക്കാൻ പോയില്ല എന്നാണ്. എത്ര ചൂടുണ്ട്. ഖിയാമത്ത് നാളിലെ ദാഹം എത്ര കടുത്ത ദാഹമാണ്. ആ വെള്ളത്തിൽ നിന്നൊരു കോപ്പ കിട്ടിയാൽ എത്ര സന്തോഷമാണ്. അങ്ങനെ കുടിക്കണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ നാവിനെ നിയന്ത്രിച്ചോളണം, കയ്യിനെയും നിയന്ത്രിച്ചോളണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം അവസാനം സ്വഹാബത്ത് കേട്ട പ്രഭാഷണത്തിൽ അവസാനത്തെ ഉപദേശമാണ്. ഹജ്ജത്തുൽ വദായിൽ വെച്ച് പറഞ്ഞതല്ല, മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഇരുന്നിട്ടാണ് തങ്ങൾ അങ്ങനെ പറഞ്ഞത്. പിന്നൊരു ഖുതുബ തങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിയന്ത്രിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.